എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ പേര് രതീഷ്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒട്ടുമിക്കവരും വളരെ അത്യാവശ്യമെന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. അതിനു മുമ്പ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. പ്രൈവസി അഥവാ സ്വകാര്യത, ഇതിന് പ്രാധാന്യം കൽപ്പിക്കാത്തവരാരും തന്നെയില്ല. നമ്മൾ മാത്രം കാണേണ്ട ചില ഫയലുകൾ അല്ലെങ്കിൽ ഫോട്ടോസ്, ഇത് എന്തൊക്കെ തന്നെയായാലും മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിക്കപ്പെട്ടാൽ ചില സമയത്ത് നമുക്കത് ദോഷകരമായി തീർന്നേക്കാം. ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നല്ലതിനു വേണ്ടിയും ചീത്ത ആവശ്യത്തിനു വേണ്ടിയും ഉപയോഗിക്കാം. നമ്മൾ മലയാളികൾ എപ്പോഴും നെഗറ്റീവ് മാത്രമേ യൂസ് ചെയ്ത് ശീലിച്ചിട്ടുള്ളൂ. എന്തൊരു നല്ല സാധനം കിട്ടിയാലും നമ്മളത് ചീത്ത കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. എന്നെ ഇതിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മാത്രം. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മൊബൈലിലുള്ള ചിത്രങ്ങൾ, വീഡിയോ, SMS തുടങ്ങിയവ ഒരു പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത് വെക്കാം. ആ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കത് തിരികെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മൊബൈൽ മറ്റൊരാൾ കൈയേറി അതിൽ ഇതുപോലത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. അതിനാണ് ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഉള്ള ഉപയോഗം. നമുക്കത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ എൻ്റെ വീഡിയോയുടെ ഒപ്പം തന്നെ ലിങ്ക് വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ എൻ്റെ പ്രൊഫൈൽ അഥവാ പേജ് കിട്ടുന്നതിന് രതീഷ് ആർ മേനോൻ എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിളിലാണെങ്കിലും രതീഷ് ആർ മേനോൻ എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ യൂട്യൂബ് ചാനലിലെത്താം. NQVault എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഒരു ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ മെനുവിൽ നോക്കിയാൽ ഒരു നീല ഐക്കൺ കാണാം, വോൾട്ട് എന്നുള്ള പേരിൽ. അത് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ഓപ്പൺ ആക്കിയാൽ ആദ്യമായി കാണുന്നത്. ഇൻസ്റ്റാൾ ചെയ്ത് ഫസ്റ്റ് ഓപ്പൺ ആകുമ്പോൾ കാണുന്നതാണ്. ഇതിൽ സ്റ്റാർട്ട് എന്നതിൽ അമർത്തുക. തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അതായത് ഈ ആപ്ലിക്കേഷനുള്ളിൽ നിങ്ങളുടെ വീഡിയോ, ചിത്രങ്ങൾ എന്നിവ ലോക്ക് ചെയ്യുന്നതിന് ഒരു പാസ്വേഡ് ഉപയോഗിക്കേണ്ടതുണ്ട്. അത് എത്രയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം. 3 മുതൽ 15 അക്ഷരങ്ങൾ വരെ ഇതിന് ഉപയോഗിക്കാം. ഞാൻ താൽക്കാലികമായിട്ട് ഇപ്പോൾ 4 അക്കൗണ്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഒരിക്കൽ കൂടി ആ കോഡ് കൊടുക്കുക. ശേഷം വീണ്ടും ഓക്കെ കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് നെക്സ്റ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇതിപ്പോൾ ചോദിക്കുന്നത് അവരുടെ പ്രോ വേർഷൻ, അതായത് ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന വേർഷൻ ഉണ്ട്, അത് വേണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളെ മലയാളികൾ ആരും തന്നെ ഒന്നും പൈസ കൊടുത്ത് വാങ്ങി ശീലം ഉള്ളവരല്ല, പ്രത്യേകിച്ച് സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷനുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോ വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ക്രാക്കുകളൊക്കെ തപ്പിയെടുത്തുകൊള്ളുക. നമുക്ക് ക്രാക്ക് നൽകാനാവില്ല. എന്നാൽ തന്നെ ഈ ഫ്രീ വേർഷനിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാം തന്നെ ഹൈഡ് ചെയ്യാൻ പറ്റും. നോക്കിയാൽ നമുക്കറിയാം, ഹൈഡ് വീഡിയോസ്, ഫോട്ടോസ്, അങ്ങനെയുള്ള ഓപ്ഷനുകളുണ്ട്. നമ്മൾ ഇതിൽ നോ താങ്ക്സ് എന്നതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ മെയിൻ യൂസർ ഇൻ്റർഫേസിൽ വന്നു. ഇതിൽ ഫോട്ടോസ്, വീഡിയോസ്, SMS, ആപ്പ് ലോക്ക്, ഫേസ്ബുക്ക് മെസ്സേജ്, വോൾട്ട് ഓൺലൈൻ, ഇത്രയും കാണാം. നമുക്ക് ഫോട്ടോസ് എന്നത് സെലക്ട് ചെയ്താൽ നമുക്ക് ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഫോട്ടോസുകൾ എൻക്രിപ്റ്റ് ചെയ്ത് നമ്മുടെ ആ ഫോട്ടോസ് എല്ലാം പാസ്വേഡ് കൊടുത്താൽ മാത്രം ഓപ്പൺ ആക്കുന്ന രീതിയിൽ ആയി മാറുന്നു. നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. നമ്മുടെ ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ
ഇതിലേക്ക് ലോഡ് ചെയ്യും. ശേഷം നമ്മൾ ആവശ്യമായ ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ആകുമ്പോഴാണ് ഒരു ഗ്രീൻ ഐക്കൺ വരുന്നത് ഓരോ ചിത്രത്തിന് മുകളിലും. ഞാൻ കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്തു. തുടർന്ന് അത് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത് നമ്മുടെ ആ പ്രൈവറ്റ് സ്പേസിലേക്ക് ആഡ് ചെയ്യപ്പെടുകയുള്ളൂ. ഇത്രയും ഫോട്ടോസ് നമ്മുടെ പ്രൈവറ്റ് ഗാലറിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഇനി ഈ ഫോട്ടോസ് ഒന്നും തന്നെ നമ്മുടെ മെയിൻ ഗാലറിയിൽ, അതായത് ആളുകൾ വന്ന് നമ്മുടെ മൊബൈൽ എടുത്ത് നോക്കിയാൽ പാസ്വേഡ് ഇല്ലാണ്ട് കാണാൻ പറ്റുന്ന ഗാലറിയിൽ ഈ ഫോട്ടോകളൊന്നും തന്നെ ദൃശ്യമായിരിക്കുകയില്ല. അതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സെയിം രീതിയിൽ തന്നെ, അതായത് നമ്മൾ ചിത്രങ്ങൾ ആഡ് ചെയ്ത അതേ രീതി തന്നെ സ്റ്റാർട്ട് കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലുള്ള വീഡിയോകളെല്ലാം ഇതിൽ ദൃശ്യമാകും. ആവശ്യമായ വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ട് ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മുടെ ഫയലുകൾ ആ പ്രൈവറ്റ് ഗാലറിയിലേക്ക്, വീഡിയോ ഗാലറിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസും ആഡ് ചെയ്യുന്നത്. അതുപോലെ SMS കോൺടാക്റ്റുകളും നമുക്ക് ആഡ് ചെയ്യാം. ഫോൺ നമ്പറുകൾ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഫോൺ നമ്പറുകളും നിങ്ങൾക്ക് ഇവിടെ ഹൈഡ് ചെയ്യാൻ പറ്റും. ഹൈഡ് ഫോൺ നമ്പർ എന്നതിൽ സെലക്ട് ചെയ്യുക. ഫ്രം കോൺടാക്ട്സ് അല്ലെങ്കിൽ കോഡ് ലോഗ്, ഏതിൽ നിന്നാണോ നമുക്ക് ആ കോൺടാക്ട് ഹൈഡ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക. ഇതിൽ കോൺടാക്റ്റ് ഒന്നും സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കോൺടാക്റ്റുകളൊന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത്. കോഡ് ലോഗ്, നമുക്ക് ലാസ്റ്റ് വന്ന കോഡുകളിൽ നിന്നും അല്ലെങ്കിൽ പോയ കോഡുകളിൽ നിന്നും നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്യാം. SMS, നമുക്ക് വന്നിരിക്കുന്ന SMSകളിൽ നിന്നും നമുക്ക് ഓരോ ഫോൺ നമ്പറുകൾ പ്രൈവറ്റ് ഗാലറിയിലേക്ക്, അതായത് മറ്റുള്ളവർ കാണാത്ത രീതിയിൽ ആ നമ്പറുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാത്രമല്ല നമ്മളെ സെലക്ട് ചെയ്തിരിക്കുന്ന SMSകളും നമ്മുടെ SMS ഗാലറിയിൽ, അതായത് SMS മെസ്സേജുകൾ വായിക്കുന്ന ഭാഗത്തു നിന്നും ഹൈഡ് ആകും. നോക്കുക, നമ്മൾ ആഡ് ചെയ്ത ആ നമ്പറിൽ നിന്നും ഉള്ള മെസ്സേജുകളും കോളിൻ്റെ ലിസ്റ്റുകളും നമുക്ക് ഹൈഡ് ചെയ്യാൻ ഈ ഓപ്ഷനിൽ കൂടി സാധിക്കുന്നു. മാക്സിമം 100 SMSകളാണ് ഇത്തരത്തിൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. ആപ്പ് ലോക്ക്, അതായത് നമുക്ക് വേണ്ടപ്പെട്ട ആപ്ലിക്കേഷനുകൾ, അതിപ്പോൾ ഗെയിമുകളോ അങ്ങനെയുള്ള ഇതെല്ലാം, നമ്മുടെ ചിലപ്പോൾ ഒരു മൊബൈലിൽ കുറേ ഗെയിമുകളുണ്ടെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് പോയാൽ കുട്ടികളെടുത്ത് കളിക്കും, ബാറ്ററി ചാർജ് തീർക്കും, ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും നമ്മുടെ മൊബൈലിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ആരും ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് അത് സെലക്ട് ചെയ്തിട്ട് ലോക്ക് ചെയ്യാൻ സാധിക്കും.
ഇങ്ങനെ ഒരു സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ കുറേ അവരുടെ എക്സ്ട്രാ ഫീച്ചേഴ്സിൻ്റെ ഇതൊക്കെ വരും. അതിനൊക്കെ ഒന്നെങ്കിൽ പൈസ കൊടുത്ത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. നമ്മൾ ഫ്രീ ആയിട്ടുള്ള വെർഷൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. നോ താങ്ക്സ് എന്നതിൽ കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഒരു സെക്യൂരിറ്റി പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നെറ്റ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ആപ്ലിക്കേഷൻ ലോക്കിന് മാത്രമായിട്ടാണ് നമുക്ക് ആ സെക്യൂരിറ്റി ലോക്കിൽ, അതായത് ആപ്ലിക്കേഷൻ ലോക്കിന് മാത്രമായിട്ടാണ് നമുക്ക് ആ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പിന്നെ ഫേസ്ബുക്ക് മെസ്സേജുകൾ ഹൈഡ് ചെയ്യാം. അതായത് ഒരു ആപ്ലിക്കേഷനാണത്, അതായത് ഫേസ്ബുക്കിൽ ആപ്ലിക്കേഷൻ അവർ ലിങ്ക് ചെയ്തൊക്കെയാണ്. നിങ്ങൾ ആ ആപ്ലിക്കേഷനിൽ പോയി ചാറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട്സ് മാത്രമേ കാണുള്ളൂ, മറ്റുള്ളവരാരും കാണില്ല പിന്നീട് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളത് ഉപയോഗിക്കണമെന്ന് പറയില്ല, കാരണം നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് അത് വിഷയമുണ്ടാകുമോ എന്നറിയില്ല. ഇതെല്ലാം തേർഡ് പാർട്ടിയും ഫ്രീ ആയിട്ട് കിട്ടുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടാവും. അതുകൊണ്ട് ആ ഫേസ്ബുക്ക് മെസ്സേജ് ഹൈഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഓൺലൈനിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫയലുകൾ ഇത് ചെയ്ത് വയ്ക്കാം, സേവ് ചെയ്ത് വയ്ക്കാം, ആരും കാണാതെയൊക്കെ. അതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കേണ്ടതും ഇതൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. നമ്മളതൊന്നും ഇവിടെ ഇത് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഫോട്ടോസ്, വീഡിയോ, ഒരു കോൺടാക്റ്റിൽ നിന്ന് വരുന്ന SMS, കോൾ ലിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്യാം. ഒപ്പം ആപ്ലിക്കേഷനുകളും ലോക്ക് ചെയ്ത് വെക്കാം. ഇനി സെറ്റിങ്സ് കാണുന്നതിനായിട്ട് ഇവിടെ മുകളിലായിട്ട് ശ്രദ്ധിക്കാം, വലതുവശത്ത് മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ട്. അതിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽസുകൾ, കൂടുതൽ സെറ്റിങ്സുകളൊക്കെ കിട്ടും. നമ്മളതിലൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ജസ്റ്റ് നിങ്ങൾക്ക് സെറ്റിങ്സ്, പിന്നെ ഇപ്പോൾ നമുക്ക് പാസ്വേഡ് മാറ്റണമെങ്കിൽ ആ പാസ്വേഡ് മാറ്റാം. അതിന് വേണ്ടിയിട്ടുള്ള ഇത് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് നമുക്കൊന്നും കൂടി ഓപ്പൺ ആക്കണമെന്ന് നമുക്ക് കാണിച്ചു തരാം. കാരണം നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു, അതിനൊപ്പം എല്ലാം സൗകര്യങ്ങൾ കാണിച്ചു തന്നു. എൻ്റെ അതുകൂടാണ്ട് ഒരു മെയിൻ പ്രത്യേകത പറയാനുണ്ട്. അതായത് ഇതിൻ്റെ പ്രോ വെർഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളറിയാണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ ആരെങ്കിലും മൊബൈൽ എടുത്തിട്ട് ഈ ആപ്ലിക്കേഷൻ തുറക്കാൻ ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഫോട്ടോ ഇത് സേവ് ചെയ്ത് വെക്കുന്നതായിരിക്കും. അതായത് ആരാണോ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നത്, അതാണ് മുകളിൽ നോക്കുക. മുകളിൽ 1 എന്ന റെഡിൽ കാണാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ റോങ് പാസ്വേഡ് എൻ്റർ ചെയ്ത വ്യക്തി, അയാളുടെ ഫോട്ടോ ഫ്രണ്ട് ക്യാമറ ഉള്ളൊരു ഫോണാണെങ്കിൽ അത് വെച്ചിട്ട് എടുത്ത് സൂക്ഷിച്ചിരിക്കുന്നതിൽ അങ്ങനൊരു ഓപ്ഷനും കൂടി ഇതിൻ്റെ പ്രോ വെർഷനുണ്ട്. നമുക്കിത് ഓപ്പൺ ആക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന രീതി മാത്രമേ പറഞ്ഞു തന്നുള്ളൂ. നമ്മൾ നേരത്തെ പാസ്വേഡ് കൊടുത്തിട്ടിരുന്നു. ഇത് ഓപ്പൺ ആക്കിയാൽ നമുക്ക് കാണുന്നത് ഇങ്ങനെയായിരിക്കും, എൻ്റർ പാസ്വേഡ്. ഈ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. നമുക്ക് റോങ് പാസ്വേഡ് അടിച്ച് നോക്കാം. പാസ്വേഡ് റോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ആവില്ല. ഇതുപോലെയാണ് നമ്മൾ NQVault എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പഠിച്ചു, നമ്മളതിലേക്ക് ഫയലുകൾ ആഡ് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് നമ്മൾ പ്രൈവസി കിട്ടേണ്ട ഫയലുകൾ ആഡ് ചെയ്തു. ഇനി കുറച്ച് ദിവസം നമുക്ക് തോന്നുന്നത് അതിന് പ്രൈവസി വേണ്ട എന്ന് തോന്നുമെങ്കിൽ എങ്ങനെ തിരികെ പഴയ രീതിയിലേക്ക്, അതായത് ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് മാറ്റാം ആ ഫയലുകളെന്ന് നോക്കാം. NQVault നമ്മൾ ഓപ്പൺ ആക്കുക. ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ് എന്നതിലേക്ക് പോവുക. ഓരോ ഫോട്ടോയും സെലക്ട് ചെയ്യുക.
അതായത് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസുകൾ വരും. അതിൽ നിന്നും റീസ്റ്റോർ കൊടുക്കുക. നോക്കാം, ഈ ഫോട്ടോ തിരികെ ഡീക്രിപ്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കും. അതായത് എൻക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർ കാണാതാക്കി സൂക്ഷിച്ചു, പ്രൊട്ടക്റ്റ് ചെയ്തു. ഡീക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തിരിച്ച് പഴയ രീതിയിലേക്ക് മാറ്റുന്നു. വലിയ വലിയ ഫോട്ടോസുകളാണെങ്കിൽ നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മെസ്സേജ് വരും. സ്വല്പ നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോട്ടോസൊക്കെ തന്നെ ഡീറ്റെയിൽ ക്യാമറ വെച്ചെടുത്തതും 7 MB മുകളിലൊക്കെ സൈസ് വരുന്നതാണ്. അതുകൊണ്ട് ഇത്തിരി എൻ്റെ ഫോണിനനുസരിച്ച് അത് റാമിൻ്റെ മെമ്മറി അനുസരിച്ച് സ്വല്പം സ്ലോ ആയിരിക്കും ആ സമയത്ത്. അതുകൊണ്ട് ഇങ്ങനൊരു മെസ്സേജ് കാണിക്കുക. നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് എറർ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ വീഡിയോസും നമുക്ക് റീസ്റ്റോർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഫേസ്ബുക്കിൽ അതൊന്ന് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കഴിയുമെങ്കിൽ ചെയ്യുക. മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്രദം ആവട്ടെ. കാരണം അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതുകൊണ്ട് വർദ്ധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്കും വിജ്ഞാനം വരണം എന്ന് ആഗ്രഹമുള്ളവർ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ അവിടെ നിന്ന് റീസ്റ്റോർ ചെയ്ത ഫയലുകൾ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ട്.